ഹലോ, ഞാൻ സഫ. അപ്പോൾ കുറേ കാലത്തിൻ്റെ ശേഷമാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നറിയാം. ഞാനൊരു ചെറിയ ഐഡൻറ്റിറ്റി ക്രൈസിസിലൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ സമയമില്ല കേട്ടോ. കാരണം എനിക്കെൻ്റെ ഫൈനൽ സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ ഒരു എക്സാം കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാനൊരു സ്റ്റഡി വ്ളോഗ് ചെയ്ത് ഇനിയും അപ്ലോഡ് ചെയ്യുന്നത് തുടങ്ങാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇതുവരെ കഴിഞ്ഞ എക്സാംസിനൊന്നും അധികം ഗ്യാപ്പില്ലായിരുന്നു. ആൾട്ടർനേറ്റ് ഡേയ്സിൽ ഇങ്ങനെ അടുപ്പിച്ച് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. 4 എക്സാംസ് ഇപ്പോൾ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് എക്സാമിന് മാത്രം ഒരു 3 ഡേ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു 3 ഡേ നേരത്തെ പഠിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടിപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റഡി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ചെയ്യുന്നത് ഇവിടെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നല്ല ഭംഗിയിലിരിക്കുന്ന കണ്ടാലേ അവിടെ ഇരുന്ന് പഠിക്കാൻ തോന്നുള്ളൂ. സോ ആദ്യം പഠിക്കുന്നത് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കുന്നതാണോ എന്നും എനിക്കറിയില്ല. സോ ഞാനിവിടെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇത് എക്സാംസ് മെറ്റീരിയൽസ് അതൊക്കെ. ഇനി കോമ്പറ്റീഷൻ ലോൻ്റെ എക്സാം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ എക്സാംസൊക്കെ ഞാനിപ്പോൾ എഴുതി കഴിഞ്ഞു. നല്ല സമാധാനമുണ്ട്. അപ്പോൾ ഞാൻ എക്സാമിന് കൊണ്ടുവന്ന ബാഗാണിത്. കഴിഞ്ഞ എക്സാമിൻ്റെ സ്റ്റഡി മെറ്റീരിയലും ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെയാണ്. ഇത് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുന്നതാണ്. അപ്പോൾ എത്രത്തോളം കഴിഞ്ഞു, എത്രത്തോളം കണ്ടോ, എല്ലാത്തിനും അതുപോലെയുള്ള പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ എക്സാംസിനും എന്തെങ്കിലും ഡ്രിങ്ക്സോ കഴിക്കാൻ എന്തെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട്, അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യണം. വാട്ടർ ബോട്ടിൽ എൻ്റെ പ്ലാന്റിൻ്റെതാണ് കേട്ടോ. ഞാൻ നനക്കാൻ മറക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചെടിക്കും ഒരു വാട്ടർ ബോട്ടിൽ വെച്ചതാണ്. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കാനിരിക്കുമ്പോഴൊക്കെ ശരിക്കും വെള്ളം ഒഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ഓവർ വാട്ടറിങ് ആയിട്ട് ഇവരുടെ ലീഫിൻ്റെ ഈ അറ്റത്തിലെ ഇവിടെ ഇങ്ങനെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെങ്ങനെ നിൽക്കുന്ന എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ താത്താനെടുത്ത് ഞാൻ ചോദിച്ചു, ഇങ്ങനെ നനഞ്ഞ് നിൽക്കുന്നത് ഞാൻ നനച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ താത്ത എനിക്ക് പറഞ്ഞു തന്നത് ഓവർ വാട്ടറിങ് ആയിക്കഴിഞ്ഞാലും അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ചെടിനെ വളരെ വെള്ളം കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇപ്പോൾ ഞാൻ അധികം വെള്ളം കൊടുത്ത് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം എടുത്തിട്ട് വരാം. ഓൾസോ ഈ കപ്സൊക്കെ താഴെ കൊണ്ടുവയ്ക്കണം. പിന്നെ നമുക്ക് കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടും വരാം. അപ്പോൾ ഡ്രിങ്കും സ്നാക്കൊക്കെ റെഡിയാക്കുന്നത്. ഇനി പഠിക്കണം. ഇതുവരെ എനിക്ക് ഇഷ്ടമുള്ള പാർട്സ് ആയിരുന്നു. ഇനി ആക്ച്വൽ സ്റ്റഡി. സോ ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പെട്ടെന്ന് ബ്രേക്ക് എടുക്കാനുള്ള ടെൻഡൻസി വരും. അപ്പോൾ അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോമഡോറോ ടെക്നിക്ക് അറിയോ, ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടിപ്പിക്കലി 25 മിനിറ്റ്സ് പഠിക്കും, പിന്നെ 5 മിനിറ്റ്സ് ബ്രേക്ക്, അങ്ങനെയാണ്. പക്ഷേ എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയത് 15 മിനിറ്റ്സ് പഠിക്കും, എന്നിട്ടൊരു 10 മിനിറ്റ്സ് ബ്രേക്ക്. 5 മിനിറ്റ്സ് ബ്രേക്ക് പെട്ടെന്ന് തീരുന്ന പോലെ എനിക്ക് തോന്നുകയും ചെയ്തു. അപ്പോൾ കാര്യമായിട്ടുള്ള ബ്രേക്ക് കിട്ടാത്ത പോലെ ഫീൽ ചെയ്തപ്പോഴാണ് അപ്പോൾ എന്നാൽ 50 മിനിറ്റ്സ് പഠിക്കാൻ, എന്നിട്ട് 10 മിനിറ്റ്സ് ഒരുമിച്ച് ബ്രേക്ക് എടുക്കാൻ തോന്നിയത്. അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും ടൈമറിൻ്റെ ഒക്കെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ ഞാൻ ചെയ്യൽ യൂട്യൂബിൽ സ്റ്റഡി വിത്ത് മീ എന്നും പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ സ്റ്റഡി വിത്ത് മീ മീൻസ് അതൊരു മണിക്കൂറുകളോളം പഠിക്കുന്ന വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് അവരിടും. അതായത് ഒരു വീഡിയോ 12 മണിക്കൂറോ 6 മണിക്കൂറോ അല്ലാണ്ട് 3 മണിക്കൂറിനൊക്കെ വീഡിയോസാണ്. അപ്പോൾ 3 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയി ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള വീഡിയോസ് ഫോളോ ചെയ്താൽ നല്ലതാണ്. കുറേ മൊഡ്യൂൾസ് ആയിട്ടാണ് കേട്ടോ അത് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ പ്രിൻറ്റിൽ കുറച്ചേ ഉള്ളൂ, പഠിക്കാൻ കുറച്ചേ ഉള്ളൂ എന്നല്ല, ഈ പ്രിൻറ്റിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സിലബസ് നോക്കിയിട്ടാണ് പഠിക്കുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നമ്മൾ പിന്നെ പലയിടത്തു നിന്നും റെഫർ ചെയ്തിട്ടൊക്കെയാണ് പഠിക്കുക.
അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ളൊരു സ്റ്റിക്കി മാർക്കർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പണ്ട് സ്റ്റേഷനറി പാലെന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്റ്റിക്കി മാർക്കർ ഉപയോഗിച്ചിട്ട് ഓരോ മൊഡ്യൂളും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് മാർക്ക് ചെയ്യാണ്. ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിട്ട് ഉണ്ടാവും. അതായത് ഓരോ പേജിൽ നിന്ന് ഓരോ പൂച്ചക്കുട്ടികൾ ഇങ്ങനെ തലയിട്ട് നോക്കുന്ന പോലെ ഉണ്ടാവും. അങ്ങനെ മുകളിൽ ബിസിനസ് എൻറ്റിറ്റി, myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. ഞാനിപ്പോൾ 50 മിനിറ്റ്സ് പഠിച്ചു കേട്ടോ. 10 മിനിറ്റ്സ് ബ്രേക്ക്. എൻ്റെ ഇപ്പോൾ ഒരു മൊഡ്യൂൾ കഴിഞ്ഞ് സെക്കൻഡ് മൊഡ്യൂൾ 2-3 പേജ് വായിച്ചു കഴിഞ്ഞു കേട്ടോ. ഹാഫൊന്നും തീർക്കേണ്ട ആവശ്യമില്ല ശരിക്ക്, കാരണം എനിക്ക് നാളെയും മറ്റന്നാളും ഒക്കെ ടൈമുണ്ട്. ഇപ്പോൾ തന്നെ ഫുള്ള് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മറന്നു പോകും. ഇനി മതിയല്ലേ, ഇനി നാളെ പഠിക്കാം. ഇപ്പോൾ നല്ല ലേറ്റ് ആയിരിക്കണം കേട്ടോ. അതായത് ഇപ്പോൾ 3 മണിയായി. വാങ്ങിച്ചിടാം. എക്സാം തുടങ്ങിയതിൻ്റെ ശേഷം എൻ്റെ ഉറക്കമൊക്കെ ആകെ തകരാറിലാണ്. ഇപ്പോൾ സ്റ്റഡി ലീവിലൊന്നും അങ്ങനെ അധികം കഷ്ടപ്പെട്ട് ഇരിക്കാറൊന്നുമില്ല. അതുകൊണ്ട് ഫുൾ ബേർഡൻ എക്സാമിൻ്റെ തലേന്ന് വരും. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, തീരെ ബ്രേക്കില്ലാണ്ട് അടുപ്പിച്ചായിരുന്നു എക്സാം. അപ്പോൾ രാത്രി ഉറങ്ങാണ്ടിരുന്ന് കുറേ വായിച്ചാലേ അടുത്ത ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനൊക്കെ ടൈം ഉണ്ടാവുള്ളൂ. അങ്ങനെ എൻ്റെ ഉറക്കത്തിൻ്റെ ബാലൻസൊക്കെ തെറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും എക്സാം കഴിയുന്നവരെ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ, എക്സാം കഴിഞ്ഞിട്ട് ഫിക്സ് ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് രാത്രി ഒന്നും ഉറക്കില്ല. അപ്പോൾ ഞാൻ രാത്രി നോക്കിയാൽ മതി എന്ന് വിചാരിച്ചു. ഇനി ബാക്കി നാളെ നോക്കാം. ബുക്ക് അടച്ചു വെച്ചു. പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല. പക്ഷേ ഷോൾഡർ വേദനിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരീസ് ഗ്രേസ് അനാട്ടമി എന്ന് പറഞ്ഞിട്ട് കുറച്ച് മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ഒക്കെയാണ്. അത് കുറച്ച് നേരം കാണാം. സ്റ്റഡി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ സീരീസ് കേട്ട് ഇരിക്കുന്നത്. അപ്പോൾ കാണിക്കാൻ പോകുന്നത് ആരതൊന്നും കണ്ട് പഠിക്കണ്ട കേട്ടോ. എൻ്റെ എക്സാം കഴിഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ എക്സാം എനിക്കിനി ഒരു എക്സാമും കൂടെ ഉള്ളൂ. അതോടെ ഞാൻ സ്റ്റുഡൻ്റ് അല്ലാണ്ടാവും. പക്ഷേ നിങ്ങളാരും ഇത് കണ്ടുപിടിക്കണ്ട. പഠിക്കുമ്പോൾ മാത്രം ഉറക്കം വരിക. ഇത് പഠിക്കണ്ടെന്ന് വെച്ചാൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുന്ന് ഒരു എനർജിയാണ്. അപ്പോൾ ഞാൻ സീരീസ് കാണണമെന്ന് പറഞ്ഞില്ലേ, സീരീസ് ആണെങ്കിൽ പ്രൊജക്ടറിലാട്ടോ. പ്രൊജക്ടർ അപ്പുറത്തെ റൂമിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയി കാണാം. ഞാൻ പറഞ്ഞ സീരീസ് ഗ്രേസ് അനാട്ടമി. So let's do this or something online. We talked to Bailey when she went to get her heart. Good night. Hi people. Day 2. ഇന്ന് പഠിക്കാനിരിക്കാൻ തന്നെ കുറേ ലേറ്റായി. അപ്പോൾ ഇന്ന് അധികം ഒന്നും വായിച്ച് തീരുമില്ല. പക്ഷേ 2.5 മൊഡ്യൂൾസ്, ടോട്ടൽ 5 മൊഡ്യൂളാണ് ഉള്ളത്. അപ്പോൾ ആദ്യം ഇത് കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇതുവരെ ഫുള്ള് വായിച്ച് കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഈ കുറച്ചുണ്ടാകുമ്പോഴുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ എനിക്ക്.
1 hour ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. 3rd മൊഡ്യൂൾ എത്തിയിരിക്കണം. അപ്പോൾ ആ 3rd മൊഡ്യൂളും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്ന് കിടക്കും. എന്നിട്ട് ബാക്കി 4th ഉം 5th ഉം നാളെ വായിക്കും. To the last 10, I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing. നല്ലോണം ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ നല്ലോണം ഉറക്കം വന്നിട്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉറക്കം വരില്ല. ബാക്കി കിടന്നുകൊണ്ട് വായിക്കാം. കിടക്കുന്നതിൻ്റെ മുന്നേ ഞാൻ കണ്ണെഴുതിയത് ലിപ്സ്റ്റിക് ഇട്ടതൊക്കെ കളയണം. ഇൻഫ്ലുവൻസേഴ്സൊക്കെ പറഞ്ഞു അങ്ങനെ ഓർമ്മ ആയതാ. ഞാനെന്താ ഈ വർത്താനം പറഞ്ഞിരിക്കുന്നത്? 5:05 അയക്കുന്ന സമയം കിളികൾ എണീക്കുന്നുണ്ട്. ഹായ്, ഇന്ന് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ നാളെയാണ് അവളുടെ ലാസ്റ്റ് എക്സാം. അപ്പോൾ ഇന്ന് എന്തായാലും ഇത് വായിച്ചു തീരണം. ഞാനിപ്പോൾ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്, അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാക്സിമം വായിച്ച് തീർക്കുന്ന തിരക്കിലായിരുന്നു. 4th മൊഡ്യൂൾസ് വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ 5th മൊഡ്യൂൾ വായിച്ചിട്ട് താഴെ പോകാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ഹിക്കം വരുന്നുണ്ട്. വെള്ളം തീർന്നു പോയി. അപ്പോൾ നമുക്ക് പോയി എന്തെങ്കിലും കുടിച്ചിട്ട് വരാം. ഇപ്പോൾ സമയം 5:53. 1 hour കൊണ്ട് 5th മൊഡ്യൂൾ വായിച്ചു തീർക്കണം. എൻ്റെ ഒരു ഫ്രണ്ട്സായിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യൽ. അതിൽ സിറ്റുവേഷൻസ് വന്നിട്ട് നമ്മളോട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത് ആൻസർ ചെയ്യുമ്പോൾ എല്ലാവർക്കും എന്താണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നതെന്ന് തോന്നുന്നതൊക്കെ ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ ഒരുപാട് പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതല്ലേ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത്. 7 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനിരിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ 1 hour 7 മണീൻ്റെ മുന്നേ എനിക്കിത് ഫുള്ള് വായിച്ച് തീരണം. അപ്പോൾ 5th മൊഡ്യൂൾ കൂടെ വായിക്കാം. ഇങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാറാണ് കേട്ടോ. അധികം മീറ്റിലാണ് ചെയ്യാറ്. അപ്പോൾ മീറ്റിലാകുമ്പോൾ ആരെങ്കിലും ലെഫ്റ്റ് ആയി കഴിഞ്ഞാലും പിന്നെയും ജോയിൻ ചെയ്യാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഗൂഗിൾ മീറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ പിന്നെയും ഒരേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൊരു സ്റ്റാറും വരച്ച് വെക്കും. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് അധികവും എല്ലാ എക്സാമിനും വരിക. ഏറെക്കുറെ ഒരേ സ്റ്റൈലിലുള്ള ചോദ്യമാവും വരിക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു കോലം എങ്ങനെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കാൻ വളരെ നല്ലതാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ എഴുതി വെച്ച ക്വസ്റ്റ്യൻസിൽ നിന്ന് ഏതെങ്കിലും അറിയാത്തതുണ്ടോയെന്നോ അതുപോലെ തന്നെ പിന്നെ വായിച്ചതൊക്കെ ഓർമ്മ ഉണ്ടോയെന്നൊക്കെ ഞാൻ റിവൈസ് ചെയ്യായിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നത് തന്നെ ഒരുപാട് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. കാരണം കുറേ വർഷത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഒക്കെ ചെയ്യുന്നത് കാരണം അതിന് തന്നെ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് റിവൈസ് ചെയ്യാനൊക്കെ സമയം വളരെ കുറവാകും. അതപ്പോൾ രാവിലെയാണ് ചെയ്യാറ്. രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെയും നേരത്തെ എണീറ്റാലേ അതിന് പറ്റുള്ളൂ. കാരണം രാവിലെ തന്നെയാണ് നമ്മൾ സെം എക്സാം ഒക്കെ വരുന്നത്.
അപ്പോൾ രാവിലെ അപ്പോൾ വായിച്ചതും അപ്പം നീറ്റ് വായിച്ചതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം ആ ഒരു സ്ട്രെസ്സിലായിരുന്നു, ഇത് വായിച്ച് കഴിയുമോ എന്നുള്ള ടെൻഷനിലൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഇപ്പോൾ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അത്ര പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇതിൻ്റെ മുന്നേ നടന്ന കുറച്ച് എക്സാംസിൻ്റെ ഒക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്നാണ് എല്ലാവരുടെയും പൊതു അഭിപ്രായം. ഇത് അത്ര പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇതിപ്പോൾ ടെക്നിക്കലി ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഓഫ് കോളേജാണ്. അതായത് ലാസ്റ്റ് എക്സാം എഴുതി ഇപ്പോൾ എല്ലാവരും ഇത് കഴിഞ്ഞിട്ടൊരു വൈവൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് എടുക്കലും പിന്നെ എല്ലാവരും കൂടെ ഒരു ക്ലാസ് ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു തിരക്കായിരുന്നു അന്ന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.